നമസ്കാരം. ശബരിമലയിൽ സ്വർണക്കൊള്ളയും മോഷണവും തട്ടിപ്പും അല്ലാതെ ഒന്നും നടന്നിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയായിരുന്നു വൃശ്ചികം 1 മണ്ഡല മാസ വ്രതാരംഭ ദിവസം. ശബരിമലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരും എന്ന് സർക്കാരിനും ദേവസ്വം ബോർഡിനും എല്ലാവർക്കും അറിയാം. നമ്മൾ പുതിയ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന PS പ്രശാന്ത് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് തട്ടിപ്പും വെട്ടിപ്പും മാത്രമായിരുന്നു എന്ന് വീണ്ടും വീണ്ടും വിളിച്ചോതുന്നു. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ചെറിയ കുട്ടികളെ അടക്കം എടുത്തുകൊണ്ട് അന്യസംസ്ഥാന ഭക്തജനങ്ങൾ, അയ്യപ്പ ഭക്തർ വന്ന് കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒന്നുമില്ല, ഒരു അടിസ്ഥാന സൗകര്യവുമില്ല. ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ, അവിടുത്തെ ശുചിമുറികളുടെ കാര്യത്തിലൊക്കെ തന്നെ ഇടപെട്ടതാണ്. അടിസ്ഥാന സൗകര്യ വികസനം എവിടെ എന്ന് ചോദിച്ചതാണ്. കോടിക്കണക്കിന് രൂപയാണ് അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് കാണിക്കയായും അല്ലാതെയും വഴിപാടിനത്തിലും ഒക്കെ നൽകുന്നത്. ആ പണമൊക്കെ എടുത്ത് എന്ത് ചെയ്യുകയാണ്? ശബരിമലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സർക്കാർ സംവിധാനങ്ങൾ? CPM നിയന്ത്രിത ഒരു ദേവസ്വം ബോർഡ് അവിടെ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ കുറെ കൊള്ളയും അതുപോലെ തന്നെ കട്ടിളപ്പടിയും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവുമൊക്കെ കുറെ ആളുകൾ ചേർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി ചെമ്പാക്കി എന്നതൊഴിച്ചാൽ അവിടെ ഈ കഴിഞ്ഞ കാലം വരെ ഒന്നും നടന്നിട്ടില്ല, ഒന്നും നടക്കുന്നുമില്ല. മുന്നൊരുക്കങ്ങളിൽ വലിയ പാളിച്ചകൾ വന്നു എന്ന് K. ജയകുമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. PS പ്രശാന്ത് എന്ത് ചെയ്യുകയായിരുന്നു? PS പ്രശാന്ത് ഒരു സഖാവായി മാറുകയായിരുന്നു ആ സമയത്തൊക്കെ തന്നെ എന്നാണ് മനസ്സിലാകുന്നത്. ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒക്കെ കൂട്ടുനിൽക്കുന്നതല്ലാതെ ശബരിമലയ്ക്ക് വേണ്ടിയോ ശബരിമലയിലെ ഭക്തജനങ്ങൾക്ക്, ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയോ അദ്ദേഹം ഒന്നും ചെയ്തില്ല. കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് എന്ന് വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് ബോധ്യമാകുന്നു. ഒരടിസ്ഥാന സൗകര്യവുമില്ല. ഒരാൾ ഇന്നിതാ കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു. ആരോഗ്യ സംവിധാനങ്ങൾ പര്യാപ്തമല്ല. ക്യൂ സംവിധാനങ്ങൾ ശാസ്ത്രീയമല്ല. ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് നിലയ്ക്കലിലും സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നു, വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഇനി എത്ര ദിവസം കൊണ്ട് പ്രാവർത്തികമാകും എന്നറിയില്ല. ശബരിമലയെ വിറ്റ് തിന്നുന്ന, ശബരിമലയിലെ പണം മാത്രം മോഹിക്കുന്ന, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്തുവകകൾ മുടിച്ച് കട്ടുകൊണ്ടുപോകുന്ന ഒരു ബോർഡായിരുന്നു ഇതുവരെ ഭരിച്ചിരുന്നത് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. മന്ത്രി VN വാസവൻ എന്തേ ഒന്നും പറയാത്തത്? നേരത്തെ ഉണ്ടായിരുന്ന ബോർഡ് പ്രസിഡന്റുമാരുടെ വഴിയെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ശബരിമലയിലെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു PS പ്രശാന്ത് എന്ന് പറഞ്ഞാൽ പോലും അതിൽ അതിശയോക്തിയില്ല എന്ന് ഭക്തജനങ്ങൾ പറയുന്നു, അയ്യപ്പ ഭക്തർ പറയുന്നു. ഇവിടെയും രാഷ്ട്രീയം കണ്ടുകൊണ്ട് അയ്യപ്പ മഹാസംഗമം നടത്തി. ഈ അയ്യപ്പ മഹാസംഗമത്തിന്റെ 10 പണം മതിയായിരുന്നു ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്. അവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവിടെ വരുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ, അവിടെ വരുന്നവർക്ക് ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കാൻ. ഇപ്പോൾ ഇതാ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. എന്തേ മാധ്യമങ്ങൾ ശബരിമലയിലെ ഇത്തരത്തിലുള്ള കെട്ടുകാര്യസ്ഥത കൊണ്ട്, അല്ലെങ്കിൽ ശബരിമലയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഒരു ജീവൻ നഷ്ടമായി എന്ന് അച്ചുനിരത്താത്തത് എന്ത്? മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ. എല്ലാവരും എല്ലാത്തിനും കൂട്ടുനിൽക്കുകയാണ്. ശബരിമലയെ ഒരു കച്ചവട കേന്ദ്രമാക്കി മാത്രം മാറ്റുക എന്നതാണ് CPM നയം. കാലങ്ങളായി അത് തന്നെ തുടരുന്നു. യുവതീ പ്രവേശനം മുതൽ നമ്മളത് കാണുന്നതാണ്. ഇവിടെ നവോത്ഥാനമുണ്ടാക്കാൻ, ഇവിടെ തോന്നിയതുപടി എല്ലാം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശബരിമലയെ ഒരു കച്ചവട ചരക്കാക്കുകയായിരുന്നു. ഭക്തന്റെ മനോവികാരങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ചവിട്ടിമരിച്ചുകൊണ്ടാണ് ഇതുവരെ ദേവസ്വം ബോർഡും സർക്കാരും CPM നിലകൊണ്ടത്. PS പ്രശാന്തൊക്കെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയായിരുന്നു. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. മാത്രമല്ല, ഒരു തുടർ ഭരണം ദേവസ്വം ബോർഡിനെ തുടർന്നും അടുത്ത ഒരു ബോർഡ് ഭരണവും കൂടി തന്നെ ഏൽപ്പിക്കും എന്നുള്ള മോഹമായിരുന്നു പ്രശാന്തിനുണ്ടായിരുന്നത്. ആ മോഹമാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. എന്തായാലും മോഹൻ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും K. ജയകുമാറിനെ നിയമിച്ചത് എന്തായാലും ഭക്തജനങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ടുണ്ട്. അദ്ദേഹം ഭാവിയിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ സത്വര നടപടികൾ കൈക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് കടന്നു വരുന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ചുമതലയാണ്. അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. മനുഷ്യന്റെ ജീവൻ പോലും പോകുന്ന അവസ്ഥയിലേക്ക് ശബരിമലയിലെ സംവിധാനങ്ങൾ എത്തുമ്പോൾ, അവിടെ മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ, മണിക്കൂറുകൾ 6, 7, 8 മണിക്കൂറുകൾ ക്യൂ നിൽക്കുമ്പോൾ, കൊച്ചുകുട്ടികളും പ്രായമായവരും വരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ
ഇതിനൊക്കെ കാരണം PS പ്രശാന്തിന്റെ ദേവസ്വം ബോർഡാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇതൊക്കെ ഒരുക്കേണ്ടത് ബോർഡായിരുന്നു, ബോർഡ് സംവിധാനങ്ങളായിരുന്നു. അതൊന്നും ചെയ്തില്ല. വരും ദിവസങ്ങളിൽ അതിന് പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഭക്തജനങ്ങൾ ഇനിയും ധാരാളമായി ഒഴുകിയെത്താനുണ്ട്. ഒരുപാട് പേർ യാത്രയിലാണ്, അങ്ങോട്ട് ഉള്ള യാത്രയിലാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട ഭക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡ് ഇനിയെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളണം. സ്വർണ്ണക്കൊള്ളയും തട്ടിപ്പും സ്വർണം ഊറ്റിക്കൊണ്ടുപോകലും ഉരുക്കി മാറ്റലും ചെമ്പ് പൊതിയലും ഒക്കെയാണ് ഇവിടെ കാലങ്ങളായി നടക്കുന്നത്. ഇപ്പോഴുള്ള ദേവസ്വം ബോർഡും വാസുവിന്റെ ദേവസ്വം ബോർഡും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നൊരു പറച്ചിലുണ്ട്, എപ്പോഴായാലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ മുതൽ കേൾക്കുന്നതാണ് നമ്മൾ. ഇതൊക്കെ വാസവൻ മന്ത്രിയായിട്ടും ഇതൊക്കെ കേൾക്കുന്നതല്ലാതെ ഭക്തജനങ്ങളുടെ കണ്ണിൽ, ഹിന്ദുക്കളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അയ്യപ്പസംഗമം നടത്തിയതല്ലാതെ ഒന്നും ശബരിമലയിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയെങ്കിലും ഭക്തജനങ്ങളെ പറ്റിക്കാതെ അവർ നൽകുന്ന പണമെടുത്ത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സാധ്യമാക്കി കൊടുക്കണം. ശബരിമലയെ ഇങ്ങനെ തടയരുത്, കച്ചവടച്ചരക്കാക്കരുത്. എന്തൊക്കെ ഇനി എടുത്തുകൊണ്ട് പോകാനുണ്ട്, എന്തൊക്കെ ഇതുവരെ എടുത്തുകൊണ്ട് പോയി എന്നുള്ള അന്വേഷണം നടക്കുകയാണ്. അതിനിടയിലൂടെ ഒരു ചെറിയ കാര്യമെങ്കിലും 10 രൂപ അടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അതിൽ 1 രൂപയെങ്കിലും ശബരിമലയ്ക്കും ഭക്തജനങ്ങൾക്കും വേണ്ടിയെങ്കിലും ചെലവാക്കാനോ നീക്കിവെക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എവിടുത്തെ ഭരണകർത്താക്കളാണ്, നിങ്ങളൊക്കെ എവിടുത്തെ പൊതുപ്രവർത്തകരാണ് എന്നൊക്കെയാണ് സാധാരണക്കാരായ മനുഷ്യർ ചോദിക്കുന്നത്. അതിനെയും ചോദിച്ചുകൊണ്ടേയിരിക്കും. ശബരിമലയിൽ എത്രയും പെട്ടെന്ന് അടിസ്ഥാന സൗകര്യ വികസനവും മറ്റു കാര്യങ്ങളും ഒരുക്കി കൊടുത്തേ പറ്റും.